ആരാധ്യയായ അധ്യക്ഷ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, ഡോക്ടർ അഞ്ജലി മേനോൻ, ഡോക്ടർ ദിവ്യ, ശ്രീമതി സുനീത, ഈ പരിപാടിയിൽ വന്നെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ വനിതാ ദിനത്തിൻ്റെ പരിപാടിക്ക് ഇത്രയധികം പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകളെക്കാൾ അധികം പുരുഷന്മാരെയാണ് കാണുന്നത്. സന്തോഷമുണ്ട്. സാഹിതിയുടെ പരിപാടിയിൽ ഉച്ചയ്ക്ക് പരിപാടിയാണെങ്കിലും ഇത്രയധികം സംഘബലം ഉള്ളത് സാഹിതിയുടെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ ഇപ്രാവശ്യത്തെ വനിതാ ദിനം ആദ്യത്തെ പ്രസംഗം തൃശ്ശൂർ വെച്ചിട്ടാണ്. അപ്പോൾ തൃശ്ശൂർ ലിറ്റററി ഫോറവും അതേപോലെ സാഹിതിയും പിന്നെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ റൈറ്റേഴ്സ് ഫോറം, ഗ്ലോബൽ റൈറ്റേഴ്സ് ഫോറവും ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഗ്ലോബൽ റൈറ്റേഴ്സ് ഫോറത്തിനെ കൂടെ കൂട്ടിയതിനും പിന്നെ സരസ്വതി ടീച്ചർക്കും ഉണ്ണികൃഷ്ണനൊക്കെ ഞാൻ നന്ദി പറയണം. കാരണം നിങ്ങളെ പരിപാടിയുടെ കൂടെ ഒരു പരിപാടി വെച്ചെന്നുണ്ട്. പക്ഷെ ഒരു ഗ്ലോബൽ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ചെയർമാനായി നിയമിതയായ ശേഷം ആദ്യത്തെ പരിപാടിയാണ് തൃശ്ശൂർ വെച്ച് നടത്തുന്നത്. അതിന് അഭിമാനമുണ്ട്. കാരണം ഈ പരിപാടി തൃശ്ശൂർ ഏറ്റവും അധികം രണ്ടാമത്തെ അക്കാദമി, സാഹിത്യ അക്കാദമി എന്ന് പറയാവുന്ന ഒരു സ്ഥാപനമാണ്. എല്ലാ ആഴ്ചയും പരിപാടി നടക്കുന്നു. അക്കാദമിയിലുള്ളവർക്ക് പോലും മാർഗദർശിയായിട്ടുള്ള ഈ ഒരു സാഹിത്യ സംഘം അല്ലെങ്കിൽ റൈറ്റേഴ്സ് ഫോറവും സാഹിതിയും, അപ്പം അതിനൊക്കെ ആശംസ ആദ്യമേ അറിയിക്കുകയാണ്. അപ്പം അന്താരാഷ്ട്ര ഫോറങ്ങളെ നിയന്ത്രിക്കുന്ന WMC ആഗോള മലയാളി സമൂഹത്തിലുടനീളമുള്ള സാഹിത്യ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ്. അപ്പോൾ ഇതിൽ WMC എന്നുള്ള വേൾഡ് മലയാളി കൗൺസിൽ, മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ വേൾഡ് മലയാളി കൗൺസിലുണ്ട്. അപ്പോൾ അതിൻ്റെ വള്ളുവനാട് പ്രോവിൻസിൻ്റെ ചെയർമാനാണ് ഇരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ അവരും കൂടെ അപ്പോൾ ആഴ്ചത്തോറും പരിപാടി നടത്തുന്ന ഉണ്ണികൃഷ്ണന് ഇതൊന്നും ഒരു തെരിയല്ല. നമ്മൾ ഈ ഒരു പിന്നെ മറ്റൊരു സാഹിത്യ അക്കാദമി, സാഹിത്യ സംഘടന ഇതുപോലെ പരിപാടി നടത്തുന്നതായിട്ട് എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ 225 പരിപാടിയിലധികം നിങ്ങൾ നടത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു. 5 വർഷമായിട്ടുള്ളൂ അല്ലേ? 5 വർഷം കൊണ്ട് ലിറ്റററി ഫോറം 5 വർഷമായില്ലേ? അപ്പോൾ അതൊരു പത്രവാർത്ത കണ്ടിരുന്നു. എല്ലാവരെയും ഫോട്ടോ വെച്ചിട്ട് ടീച്ചറെ ഫോട്ടോ വെച്ചിട്ടും ഒരു ഇത് കണ്ടിരുന്നു, ഫോട്ടോ കണ്ടിരുന്നു. അതുകൊണ്ട് അതിന്നാണ് ഞാനത് മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ ലിറ്റററി ഫോറത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ സരസ്വതി ടീച്ചർക്കും അതുപോലെ സാഹിതിയുടെ ചെയർമാനായ പ്രസിഡൻ്റായ ശ്രീ ഉണ്ണികൃഷ്ണനും അതിലെ അപർണയ്ക്കും ഭാരവാഹികൾക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. എല്ലാ വർഷവും വനിതാ ദിനം ആഘോഷിക്കും. UN ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും UN ഒരു മുദ്രാവാക്യമുണ്ട്. ഈ വർഷം പിന്നെ ഗിവ് ആൻഡ് ഗെയിൻ എന്നാണ് ഇപ്രാവശ്യത്തെ മുദ്രാവാക്യം. നമ്മൾ കൊടുത്തുകൊണ്ട് നേടുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ മുദ്രാവാക്യം. അപ്പോൾ സമൃദ്ധമായ ദാനത്തിലൂടെ ലിംഗസമത്വം പിന്നെ കെട്ടിപ്പടുക്കുക എന്നതാണ് ശരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. വ്യക്തികളും സമൂഹവും ഉദാരമായി നൽകുമ്പോൾ സ്ത്രീ അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്നാണ് ഈ ഒരു മുദ്രാവാക്യം കൊണ്ട് അവർ ലക്ഷ്യമിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇന്നതൊന്നുമില്ല. നമ്മൾ എന്താണ് കൊടുക്കുന്ന സംഭാവനയോ അല്ലെങ്കിൽ നമ്മുടെ അറിവിലൂടെയോ അല്ലെങ്കിൽ വിഭവങ്ങളിലൂടെയോ ദൃശ്യപരതയിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിശീലനത്തിലൂടെയോ എന്ത് വേണമെങ്കിലും സംഭാവന ചെയ്യും. അതാണ് ഈ സംഭാവന കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിനായി നമുക്കെല്ലാം പിന്തുണ നൽകാം. കാരണം പിന്നെ അറിവും പ്രോത്സാഹനവും ഒക്കെ സ്ത്രീകൾക്ക് മറ്റുള്ളവർക്കായിട്ട് പങ്കിടുമ്പോഴാണ് നമ്മൾ ശക്തരാകുന്നത്. അപ്പോൾ നമ്മൾ ഹൃദയത്തിൽ നിന്നും തന്നെ ഈ സംഭാവന, ഈ ഒരു ദാനം സാധ്യമാക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാം സാധ്യമാക്കാനാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോൾ അറിവിൻ്റെ താക്കോൽ ആത്മാവിനാണ് എന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുള്ള സ്ത്രീകൾക്കാണ് മനസ്സിലായത്. എന്നത്തോടെ ടീച്ചർ പറയുന്നുണ്ടായി. അപ്പോൾ പെൺസാഹിത്യത്തിലെ രാഷ്ട്രീയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഉറക്കം നടിക്കുന്ന സമൂഹത്തെ കുലുക്കി ഉണർത്തുക എന്നൊരു ബോധത്തോടു കൂടിയാണ് സ്ത്രീകൾ ചുരുക്കി എഴുത്തിൻ്റെ മേഖലയിൽ വന്നത്. തങ്ങളുടെ ഇമോഷണൽ ഫണ്ട് അല്ലെങ്കിൽ വൈകാരിക നിക്ഷേപം, വൈകാരിക നിധിയും വികാരനിധി പുരുഷന് മാത്രം അവകാശപ്പെട്ടതല്ല. കൈപ്പേറിയ സമൂഹ സത്യത്തെ മാരിവില്ലിൻ്റെ ശോഭയാക്കുന്ന സാഹിത്യം
അതിലൂടെ തങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാമെന്നാണ് സ്ത്രീകൾ വിചാരിച്ചത്. അപ്പം നൂറ്റാണ്ടുകളായി അവഹേളനവും നിന്ദയും സഹിച്ച് തരം താഴ്ന്ന ജീവിതം നയിച്ച സ്ത്രീത്വത്തെ ഉണർത്താനും ഉയർത്താനുമായിട്ട് ഒരുപാട് സ്ത്രീകളെ വേണ്ടി അവിടെ സൊസൈറ്റീസിൽ പറയുന്നുണ്ട്. അപ്പം ഞാനിപ്പം മറ്റു ടീച്ചറോട് ലോക സാഹിത്യകാരികളെ കുറിച്ച് പറയുന്നുണ്ടായി. ലോകമാകമാനമുള്ള ചില എഴുത്തുകാരികളെ പറ്റി പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡോക്ടർ ദിവ്യ നമ്മുടെ എഴുത്തുകാരികളെ പറ്റി കൂടുതൽ പറയുന്നുണ്ടാവും. റാഡിക്കൽ ഫെമിനിസത്തിൻ്റെ ശക്തരായ എഴുത്തുകാരികളായിട്ടുള്ള വെർജീനിയ വൂൾഫിനെ പറ്റി ഇവിടെ അധ്യക്ഷ പറയണ്ടേ. അപ്പോൾ എ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറഞ്ഞ അവരുടെ കൃതി, സ്വന്തമായ ഒരു മുറി എന്ന തൻ്റെ കൃതി എഴുതിയപ്പോൾ അവരെ പരിഹസിച്ചിരുന്നു. അവർ എഡ്വേർഡ് ആൽബി എന്ന് പറഞ്ഞൊരു നാടകകൃത്ത്, ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് വെർജീനിയ വൂൾഫ്, ഷീ ഈസ് നീദർ എ വെർജിൻ നോർ എ വൂൾഫ് എന്ന് പറഞ്ഞു. കാരണം അവർ സ്വന്തം സഹോദരന്മാരാൽ മൊളാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ത്രീയാണ്. അവരെ ബലാത്സംഗം ചെയ്തിട്ടുള്ള സ്വന്തം വീട്ടിലെ സഹോദരന്മാരാണ്. അതുകൊണ്ടാണ് അവർ നദിയിൽ ചാടി മരിച്ചത്. കാരണം അവർ ഒരുപാട് അവഹേളനം സഹിച്ച സ്ത്രീയാണ്. പക്ഷെ അവരെ അങ്ങനെ പരിഹസിച്ച പുരുഷന്മാരുണ്ട്. പിന്നെ അതേപോലെ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരിയാണ് അവർ. അത് 20-ാം നൂറ്റാണ്ടിൽ തന്നെ US ജീവിച്ചിരുന്ന കേറ്റ് മില്ലറ്റ് എന്ന് പറഞ്ഞ എഴുത്തുകാരി സെക്ഷൽ പൊളിറ്റിക്സ് എഴുതിയിട്ടാണ് വ്യവസ്ഥിതിയെ പിടിച്ചു കുലുക്കിയത്. അന്നൊക്കെ അത്ര സെക്ഷൽ പൊളിറ്റിക്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ അക്കാലത്തൊക്കെ എങ്ങനെ സ്ത്രീകൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പം സ്ത്രീപക്ഷ പ്രത്യയശാസ്ത്രത്തിന് വിലയേറിയ സംഭാവന നൽകിയ ജൂലിക ക്രിസ്റ്റോവ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട്. അത് ഫ്രഞ്ച് എഴുത്തുകാരിയാണ്. അവർ അതേപോലെ പിന്നെ ലൂസിയ എലിഗാറെ എന്ന് പറഞ്ഞ എഴുത്തുകാരി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ, 95 വയസ്സായി. പിന്നെ ഏലൻ സീസു എന്ന ഫ്രഞ്ച് എഴുത്തുകാരി, അവർ പോസ്റ്റ് സ്ട്രക്ചറൽ ഫെമിനിസത്തിനെ പറ്റി അതിൻ്റെ വക്താവായിരുന്നു അവർ. അപ്പോൾ ആ ഒരു എഴുത്തിൻ്റെ മേഖലയിലേക്ക് സ്ത്രീകൾ വന്ന സമയത്ത് അവർ പറഞ്ഞത് വുമൺ വിത്തൗട്ട് എ ബോഡി ഡംബ് ബ്ലൈൻഡ് എന്നാണ്. സ്ത്രീക്ക് ശരീരം ഒരു ആയുധമെന്ന് പറയുന്നത്. സ്ത്രീക്ക് ശരീരമില്ലെങ്കിൽ സ്ത്രീക്ക് പോരാളിയാവാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അല്ലാത്തവരെ വധിക്കുക എന്ന് പറയുന്നത്. സ്ത്രീ ശരീരമല്ലാതെ സ്ത്രീ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരെ വധിക്കുക എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ സാർത്തറിൻ്റെ പ്രണയിനിയായിട്ടുള്ള സിമോൺ ദെ ബൊവാറിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ന്യൂട്രൽ ബൈസെക്ഷാലിറ്റിയെ കുറിച്ച് വെർജീനിയ വൂൾഫ് പറഞ്ഞതിനെ എതിർത്തുകൊണ്ടാണ് അവർ എഴുതിയത്. അതിന് ദ അതർ ബൈസെക്ഷാലിറ്റി എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിലൂടെയാണ് ഏലൻ സീസു അവരെതിർത്തത്. അപ്പം ലൈംഗിക വ്യത്യാസത്തെ മൂടി വെക്കുകയല്ല, അതിനെ ഉത്തേജിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് ഏലൻ സീസു പറഞ്ഞത്. അപ്പം അങ്ങനെ 20-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ ഉറുദു നോവലിസ്റ്റുകൾ ഒക്കെ തന്നെ പിന്നെ ഫീമെയിൽ സെക്ഷുവാലിറ്റീനെ പറ്റി നിർഭയം എഴുതിയിട്ടുണ്ട്. പിന്നെ അവർ ഒരു പത്മശ്രീ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുള്ള അങ്കാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുണ്ട്. അപ്പോൾ അവർ തട്ടമിടുന്നതിനെതിരെ, അന്നത്തെ കാലത്ത് 20-ാം നൂറ്റാണ്ടിൽ തട്ടമിടുന്നതിനെതിരെയൊക്കെ മുസ്ലിം സ്ത്രീകൾ പ്രതികരിച്ചാൽ എന്താ ഉണ്ടാവുക എന്നറിയില്ലേ. പക്ഷെ അവർക്ക് പിന്നെ പത്മശ്രീ വരെ കിട്ടിയ സ്ത്രീയാണ് അവർ, ഇന്ത്യൻ എഴുത്തുകാരികളുടെ ഇടയിൽ. അപ്പോൾ സൗത്ത് ഏഷ്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ എഴുത്ത്. അവരുടെ 2ാം തലമുറ എന്ന് വിളിക്കുന്ന ഖാറത്തുലൈൻ ഹൈദർ എന്നുകൊണ്ടുള്ള ഒരു ഉറുദു കഥാകൃത്തുണ്ട്. ഉറുദു സാഹിത്യവുമായിട്ട് കുറച്ച് ബന്ധമുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അവരുടെ ഒരു പുസ്തകമുണ്ട്, ഇലകൾ വീഴുന്നതിൻ്റെ ഒച്ച എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകം 20-ാം നൂറ്റാണ്ടിൽ ശരിക്കും വളരെയധികം സമൂഹ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്ന ഒരു പുസ്തകമായിരുന്നു. ആഗക ദരിയ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് അവരുടെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായത്. അവർക്ക് പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിർഭയമായ എഴുത്തിലൂടെ സ്ത്രീത്വത്തിനെ കുറിച്ച്, സ്ത്രീ സ്വത്വത്തെക്കുറിച്ച്, സ്ത്രീത്വത്തിൻ്റെ നഷ്ടത്തെക്കുറിച്ച്, പുറന്തള്ളലിനെ കുറിച്ച്, അതേപോലെ പ്രാന്തവൽക്കരണത്തിനെ കുറിച്ചൊക്കെ സ്ത്രീബോധം ഉണർത്തിയ എഴുത്തുകാരാണ്. അതുപോലെ അജിത് കൗറിൻ്റെ കഥകൾ, അവർ പഞ്ചാബി എഴുത്തുകാരിയെന്ന് നമുക്കറിയാം. അവരുടെ താവളമില്ലാത്തവർ എന്ന പുസ്തകം പലരും വായിച്ചിട്ടുണ്ടാവും. അവർ ശബരിമലയിൽ വന്നിരുന്നു അത്. അപ്പോൾ ആ ആത്മകഥ വായിക്കാൻ വേണ്ടി മാത്രം വീക്കിലി വാങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ സ്ത്രീത്വത്തിൻ്റെ യാതനകൾ, അവഗണന ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അവർ എല്ലാം തുറന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ തുറന്ന് എഴുതപ്പെടുന്ന ആത്മകഥ സ്ത്രീകൾക്ക് ഉണ്ടാവുന്നില്ല. മലയാളത്തിലൊന്നും ഒരു സ്ത്രീക്കും ധൈര്യമില്ല, മാധവിക്കുട്ടിക്ക് മാത്രമേ ഇന്ന് ധൈര്യം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ
അജിത് കൗർ എന്ന് പറഞ്ഞ എഴുത്തുകാരിയെ നേരിട്ട് കാണാനും ഫോണിൽ സംസാരിക്കാനും സൗഹൃദം ഉണ്ടാവാൻ എനിക്കൊരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ഇന്ദിരാ ഗോസ്വാമി എന്ന് പറഞ്ഞ എഴുത്തുകാരി, അവർ അസമീസ് റൈറ്ററാണ്. അപ്പം ഞാൻ അവരെ പരിചയപ്പെടുന്നത് പിന്നെ ഇവിടെ വെച്ചിട്ടാണ്, തുഞ്ചൻപറമ്പിൽ വെച്ചിട്ടാണ് കാണുന്നത്. അന്ന് തന്നെ അവർ 1000 പുസ്തകങ്ങൾ എഴുതി, 1000 കഥകൾ എഴുതി എന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ത്യ വിഭജനം കാരണം ലാഹോറിലേക്ക് ഓടിപ്പോകേണ്ടി വന്ന അമൃത പ്രീതമാണ് അവരുടെ എഴുത്തുകാർ. അപ്പോൾ പിന്നെ തസ്ലീമ നസറിനെ കുറിച്ച് നമുക്കറിയാം. അവർ ലജ്ജ എഴുതിയപ്പോൾ അവരെ വധിക്കാൻ വേണ്ടി ബംഗ്ലാദേശ് ഫത്വ ഇറക്കി. കാരണം എവിടെ കാണുകയാണെങ്കിൽ അവരെ വധിക്കാമെന്നുള്ള ഒരു ഓർഡർ ഇറക്കിയ രാജ്യമാണ്. ഇപ്പോഴും അവർക്ക് സ്വന്തം രാജ്യത്തിൽ കയറാൻ പറ്റിയില്ല. അവരൊക്കെ സ്ത്രീത്വത്തിനെ കുറിച്ചും പ്രണയത്തിനെ കുറിച്ചൊക്കെ എഴുതിയത് വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും. അതൊക്കെ വായിക്കണം ശരിക്കും സ്ത്രീകൾ. സകല അനീതികളോടും പോരാടാൻ എഴുത്തുകാരികൾക്ക് ഒരായുധമേ ഉള്ളൂ, അത് വാക്കാണ്. അപ്പോൾ അത് നമുക്ക് വിഭാവന ചെയ്യാനാവാത്ത സ്വാതന്ത്ര്യ ബോധം, സ്വത്ത് സംസ്ഥാപനം, ഇതാണ് സ്ത്രീ എഴുത്തിൻ്റെ രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പുരുഷാധിപത്യം മാത്രമല്ല, അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു തരം സ്വാതന്ത്ര്യമാണ് അവൾ ആഗ്രഹിക്കുന്നത്. ശരിക്കും കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന തൻ്റെ വിപരീത ബിംബങ്ങളെ തച്ചുടയ്ക്കാനും നിശബ്ദതയെ വഞ്ചിക്കാനുമാണ് ശരിക്കും എഴുത്തുകാരികൾ മുന്നോട്ട് വന്നത്. ടി ഭട്ടതിരിപ്പാട്, MRB, മുത്തിരിങ്ങോട്ടും ഭവത്രാജൻ നമ്പൂതിരി, ഇവരൊക്കെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള എഴുത്തുകാരാണ്. പക്ഷെ ഈ എഴുത്തുകാരികൾ എന്ന് പറഞ്ഞാൽ വൈകി വന്നവരും മുന്നേറിപ്പോയവരുമാണ്. ഇപ്പോൾ എഴുത്തുകാരികളായ നമ്മളൊക്കെ ഇവിടെ ഒത്തുചേരുമ്പോൾ കൈവളകളുടെ കിലുക്കമല്ല, ചിന്തകളുടെ പ്രകമ്പനമാണ് ഉണ്ടാവുന്നത്, ചിന്തകളുടെ കലമ്പനാണ് ഉണ്ടാവുന്നത്. അപ്പം നാടിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തന്നെ തനിക്കും സ്വാതന്ത്ര്യം വേണമെന്ന് വിചാരിച്ച എഴുത്തുകാരികൾ. അപ്പോൾ അവർക്ക് ആ കാലത്ത് അന്നത്തെ വെച്ചാൽ എഴുതാതെ വീർപ്പ് മുട്ടുകയായിരുന്നു, തങ്ങളെ തന്നെ ആവിഷ്കരിക്കാൻ കഴിയാതെ വീർപ്പ് മുട്ടുകയായിരുന്നു സ്ത്രീകൾ. പിന്നെ എഴുതാൻ തുടങ്ങിയ സമയത്ത് ആത്മാവ് കട പറയുമ്പോൾ എഴുത്തുകാരികൾ പേന എടുത്തു പോകും, അങ്ങനെ എഴുതാത്തവർ എഴുതി പോകും. അവരുടെ അക്ഷരങ്ങളിൽ അപ്പോൾ അഗ്നി ഉണ്ടാവും. സ്വാതന്ത്ര്യത്തിന് ശേഷം തുടക്കത്തിൽ കുറച്ച് എഴുത്തുകാരികളെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒരു ദശകം അവസാനിക്കുന്നതിന് മുൻപ് ഇവിടെ പറഞ്ഞ രാജലക്ഷ്മിയെ പറ്റി ഇവിടെ മാഡം പറയണ്ട. മകൾ എന്നവരുടെ കഥ കുടിപ്പകയുള്ള 2 കുടുംബത്തിലെ ഇളമുറക്കാർ തമ്മിലുള്ള പ്രണയമാണത്. പലരും വായിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒന്നിനോട് രാജിയാകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മനസ്സായിരുന്നു അവർക്ക്. ഒരു കത്തിക്കാളുന്ന ഒരു പ്രതിഭയായിരുന്നു രാജലക്ഷ്മി. അപ്പം രാജലക്ഷ്മിയുടെ കഥാപാത്രങ്ങൾ സ്നേഹം കൊതിക്കുന്നവരും സ്നേഹത്തിൻ്റെ ചൂടിൽ വെള്ളം പോലെ ഉരുകുന്നവരുമായിരുന്നു. പക്ഷെ അവരൊന്നിനോടും രാജിയാവാൻ തയ്യാറായില്ല. പിന്നെ തെറ്റുകൾ എന്ന കഥയിലെ ഡോക്ടർ മാലതി, ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. അപ്പോൾ അതാണ് സ്ത്രീയുടെ വൈകാരികമായിട്ടുള്ള സ്വത്വത്തിൻ്റെ സവിശേഷതയാണ് അവരുടെ കൃതികളിൽ കാണുന്നത്. ടീച്ചർ പറഞ്ഞാൽ വളരെ ശരിയാണ്. പുരുഷൻ്റെയും സ്ത്രീയുടെയും എഴുത്ത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം എഴുത്തിൽ സ്ത്രൈണതയുടെ കലാപം തന്നെ സൃഷ്ടിച്ചതവളായിരുന്നു സരസ്വതി അമ്മ. സ്ത്രീക്ക് സ്വാതന്ത്ര്യം എന്നത് ഒരു ഞെട്ടലോട് കൂടിയായിരുന്നു സമൂഹം എന്ന് കേട്ടത്. അശ്ലീല പദം കേൾക്കുന്ന പോലെയാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യമോ എന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ ആ വാക്ക് ശരിക്കും ഒരു ഭീഷണിയായിട്ടാണ് കണ്ടത്. ഇന്നും സ്ത്രീകളെ എഴുത്തിനെ അല്ലെങ്കിൽ എഴുത്തുകാരികളെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത എത്രയോ പുരുഷന്മാരുണ്ട്. ഇന്നും മെയിൽ ഡോമിനേഷൻ ഇന്നും എഴുത്തിൻ്റെ ലോകത്തുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോഴും ആ വാക്കൊരു ഭീഷണിയായിട്ട് തന്നെയാണ് ആളുകളൊക്കെ പലപ്പോഴും കാണുന്നത്. ഇപ്പോൾ ലളിതാംബിക അന്തർജനം, അവരാത്യമാരുടെ പിന്നെ ജീവിതം, പീഡനം, അവരനുഭവിച്ച പീഡനങ്ങളൊക്കെ കണ്ടു വളർന്നൊരു സ്ത്രീയാണ്. അപ്പോൾ ഞാൻ അന്തർജനത്തിൻ്റെ കുടുംബമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്നു. മോഹനൻ സാറും അതുപോലെ പിന്നെ അവരുടെ മകളും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആൾ. അവരെ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത് തിരുവനന്തപുരത്ത് പോകുമ്പോൾ. അപ്പോൾ ഈ ലളിതാംബിക അന്തർജനം എങ്ങനെയാണ്, ചെറിയ കുട്ടിയെ, ഒരുപാട് കുട്ടികളാണല്ലോ, എല്ലാ വർഷവും കുട്ടിയാണ്. അപ്പോൾ ഒരു കുട്ടി മടിയിലുണ്ടാവും, ഒരു കുട്ടി വയറ്റിലുണ്ടാവും, ഒരു കുട്ടി തൊട്ടിലുണ്ടാവും. അപ്പോൾ അവർ ഈ ഒരു പടിയിൽ നിന്ന്, നമ്മളെ പഴയ കട്ടിലപ്പടി ഉണ്ടാവില്ല വീടിൻ്റെ, പണ്ടത്തെ വീടിൻ്റെ, ആ വീടിൻ്റെ കട്ടിലപ്പടി മേശയാക്കിക്കൊണ്ട് ഒരു ചെറിയ മുറി പെൻസിൽ വെച്ചിട്ടാണ് അത്ര എഴുതിയത്. ഒരു കൈ കൊണ്ട് തൊട്ടിലാട്ടുകയും മറു കൈ കൊണ്ട് എഴുതുകയും ചെയ്തൊരു സ്ത്രീയാണ്. അപ്പം അങ്ങനെ എഴുത്തുകാരികൾ ഇന്ന് വളരെയധികം സഫർ ചെയ്തുകൊണ്ട് തന്നെയാണ് സ്ത്രീകളൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ അന്തർജനത്തിനെ പോലെ ഇത്രയധികം ജീവിതത്തോട് പടപൊരുതി എഴുതി, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥിതികളോട് പടപൊരുതി അവരുടെ മർക്കുടയും ഘോഷയും
ഒക്കെ വഴിയിൽ ഉപേക്ഷിക്കുക. വീട്ടിൽ നിന്ന് മറക്കൊടിയും ഘോഷമൊക്കെ ഇട്ടിട്ട് പോകും, പക്ഷെ വഴിയിൽ അത് എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ട് പ്രസംഗിക്കാൻ പോയി. പ്രസംഗിക്കാൻ ഒരു കുട്ടിയെ തോളിലിട്ടുകൊണ്ട് പ്രസംഗിച്ച ഒരേ ഒരു എഴുത്തുകാരി അവരാണ്. അപ്പോൾ വ്യവസ്ഥാപിത നിയമങ്ങളെ കഥയിലൂടെ ലംഘിച്ച മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെ പറ്റി പറയേണ്ട കാര്യമില്ല. സ്നേഹിക്കാനും പ്രണയിക്കാനും ഒക്കെ നമുക്ക് ധൈര്യം തന്ന സ്ത്രീ, അതുപോലെ കപട സദാചാരത്തിനെതിരെ ചാട്ടവാറ് വീശിയ സ്ത്രീ, പെൺത്വരകളെ, ആസക്തികളെ, വിവാഹ ബാഹ്യബന്ധങ്ങളെ, കാമനകളെ ഒക്കെ ഇത്ര മനോഹരമായിട്ട് ആവിഷ്കരിച്ച മറ്റൊരു എഴുത്തുകാരിയില്ല. അവരുടെ ആത്മകഥയാണ് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒരു ആത്മകഥ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാം അത്ര ആർജവം നിറഞ്ഞ കഥകളായിരുന്നു. സൂര്യൻ എന്ന ഒരു കഥയുണ്ട്. എന്നെ ബലാത്കാരം ചെയ്യാൻ വരുന്ന പുരുഷനെ പ്രേമിക്കുന്ന ഒരു സ്ത്രീ അവരെ കാമുകനായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ചുവന്ന പാവാടയിലെ വേലക്കാരി, അതുപോലെ നെയ്പായസത്തിലെ അമ്മ, ദളിത ജീവിതം, അത് അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് അല്ലേ മാധവിക്കുട്ടീൻ്റെ. അപ്പം ദളിത ജീവിതത്തിന് വേണ്ടി അർത്ഥവത്തായിട്ട് അതിനെ ചിത്രീകരിക്കാൻ വേണ്ടി വയനാട്ടിൽ ചെന്ന് താമസിച്ചാണ് നമ്മുടെ വത്സൽ ടീച്ചർ. അപ്പം ടീച്ചർ അങ്ങനെ പോയി താമസിച്ചില്ലായിരുന്നെങ്കിൽ ആദിവാസികളുടെ ജീവിതം നമുക്ക് ഇത്രമാത്രം അറിയില്ലായിരുന്നു. കാരണം അവരുടെ ആചാരം, അനുഷ്ഠാനം ഇതൊക്കെ പഠിച്ച് ആഗ്നേയം, നെല്ലി, കൂമംപൊല്ലി തുടങ്ങിയ നോവലുകളൊക്കെ എഴുതി അങ്ങനെ. പിന്നെ അതേപോലെ അന്ധമായ മതാനുഷ്ഠാനങ്ങളോടുള്ള അവജ്ഞ, പുരുഷാധിപത്യങ്ങളോട് പ്രതിഷേധം, ഇതൊക്കെയാണ് നമ്മുടെ സാറ ടീച്ചറുടെ കൃതികളിൽ നമ്മൾ കാണുന്നത്. സ്ത്രീവാദത്തിൻ്റെ വക്താവായ പെണ്ണെടുത്തിൻ്റെ പോരാളിയായിട്ടാണ് നമ്മൾ സാറ ടീച്ചറെ കാണുന്നത്. പിന്നെ ചാവുനിലം, അലഹായുടെ മക്കൾ, പിന്നെ അതേപോലെ അടുത്ത കാലത്ത് പിരിഞ്ഞു പോയ തൃശ്ശൂർക്കാരിയായിട്ടുള്ള KV ശ്രീദേവി ടീച്ചർ, ഗ്രേസി, മാനസി, ഇങ്ങനെ ഞങ്ങളുടെ തലമുറയിലുള്ള എഴുത്തുകാരാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളൊക്കെ തന്നെ നമ്മുടെ ആത്മരക്തമാണ് എഴുതാൻ ഉപയോഗിച്ചത്. മേരെ സക്കുമൊക്കെ ദിഖാക്കർമ്മേ മെഹഫിൽക്കോ ഗർമായാന്നാണ് കവി പാടിയത്. എൻ്റെ ഹൃദയരക്തം തുറന്നു കാട്ടിയിട്ടാണ് ഞാൻ ഈ സദസ്സിനെ ഊഷ്മളമാക്കിയത് എന്ന്. അപ്പോൾ എണ്ണമറ്റ മൂല്യങ്ങളെ ഒരൊറ്റ പ്രതീകത്തിൽ സമഞ്ജസമായി പ്രതിഫലിപ്പിക്കാൻ നമ്മുടെ എഴുത്തുകാരികൾക്ക് സാധിക്കട്ടെ. അതത് കാലത്തെ സമൂഹത്തിൻ്റെ തുടിപ്പുകൾ അറിയാനും അന്വേഷിക്കാനും അത് ആവിഷ്കരിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്. സ്വത്വാന്വേഷണപരമായ ആർജവവും അതുപോലെ സാഹിത്യ സത്തയുടെ നീരും വേരും അന്വേഷിക്കാനും ആവിഷ്കരിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു വനിതാ ദിനം. പുരുഷന്മാർക്കും കൂടെ ഞാൻ വനിതാ ദിനം നേരാണ്. കാരണം സ്ത്രീ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകളുടെ പ്രശ്നം കേൾക്കുന്നത് പുരുഷൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ വന്ന എല്ലാ പുരുഷന്മാർക്കും എൻ്റെ ഹൃദയം നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു.